Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എംപ്ലോയീസ് ഡിസിപ്ലിൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലേ? എംപ്ലോയി ഡിസിപ്ലിനില് ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ആയില്ലേ? ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസിപ്ലിൻ കംപ്ലീറ്റ് ആയില്ലേ? Yes, ma'am. Hi. ഓക്കെ, ശരി. അവിടെ വരെ ക്ലിയർ ആണോ? വായിച്ചു നോക്കിയിരുന്നോ? ഓക്കെ, നമ്മൾ നെക്സ്റ്റ് അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. നെക്സ്റ്റ് വൺ, ടൈപ്സ് ഓഫ് ഡിസിപ്ലിൻ. അപ്പൊ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട ഒരു 3 ടൈപ്പാണ് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ഓൾറെഡി നമ്മൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പഠിച്ചിരുന്നു അല്ലെ? ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡിസിപ്ലിൻ എന്താണെന്നുള്ളത്. അതിന് മൂന്നാമത്തെ തേർഡ് വൺ ആണ് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ. പ്രോഗ്രസീവ് ഡിസിപ്ലിൻ, ഈ 3 എണ്ണമാണ് നമുക്ക് ടൈപ്പ് ആയിട്ട് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, പോസിറ്റീവ് ഡിസിപ്ലിൻ. പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ എന്താണ്? That positive discipline is the discipline that motivate the employees of the organization to standardize their behavior and achieve the organizational goals by following a proper code of conduct. നമുക്കൊരു പോസിറ്റീവ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അച്ചടക്കം എന്ന് പറയുമ്പോൾ അത് നമുക്ക് പോസിറ്റീവ് ആയിട്ട് അവർ എന്ത് ചെയ്താലും നമ്മൾ അതിനനുസരിച്ചുള്ള റിവാർഡും കാര്യങ്ങളും ഒക്കെ കൊടുക്കുമ്പോൾ അത് ആ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അതായത് എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നുണ്ട്? മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് അല്ലെ? പ്രചോദനം നൽകുന്നുണ്ട് അല്ലെ? ഇതിനു വേണ്ടിയിട്ടാണ് ദ ഓർഗനൈസേഷൻ ടു സ്റ്റാൻഡർഡൈസ് ദെയർ ബിഹേവിയർ. ആ എംപ്ലോയീസിന്റെ ആ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ പെരുമാറ്റത്തെ ഒരു നിലവാരമുള്ളതാക്കാൻ വേണ്ടി അല്ലെ? അതിനു വേണ്ടി ആ ഓർഗനൈസേഷൻ നൽകുന്ന കോഡ് ഓഫ് കണ്ടക്ട്, ശരിയായിട്ടുള്ള പെരുമാറ്റ ചട്ടങ്ങൾ അവർ പാലിക്കുകയും അതിലൂടെ ആ ഓർഗനൈസേഷന്റെ ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്ന തരത്തിലുള്ള ഒരു നിലവാരമുള്ള പെരുമാറ്റം ആര് കാഴ്ചവെക്കുകയും ചെയ്യും? എംപ്ലോയീസ് കാഴ്ചവെക്കുകയും ചെയ്യും. It can also be called as self-imposed discipline. ഇതിനെ നമുക്ക് മറ്റൊന്നൊരു പേര് എന്തിനു വിളിക്കാം? സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ. സ്വയം എന്താണ് ചുമത്തിയിട്ടുള്ള അല്ലെങ്കിൽ സ്വയം ഇമ്പോസ്ഡ് ആക്കിയിട്ടുള്ള അല്ലെ ആ ഒരു ഡിസിപ്ലിൻ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. കാരണം എന്താ? ഇതൊരിക്കലും ആരും അവരെ നിർബന്ധിച്ച് ചെയ്യിക്കുന്നില്ല. അവർ സ്വയം ആ ഒരു സ്ഥാപനത്തിലെ ഡിസിപ്ലിൻസ് അല്ലെങ്കിൽ അച്ചടക്ക നയങ്ങളെല്ലാം മനസ്സിലാക്കി അവർ സ്വമേധയാ അതിലേക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് താല്പര്യത്തോടു കൂടിയാണ് അവർ അതിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവര് നമ്മുടെ സെൽഫ് ഇമ്പോസ്ഡ് അല്ലെ, നമുക്ക് സ്വയം ചുമത്തപ്പെട്ട അല്ലെങ്കിൽ സ്വയം ചുമത്തിയ അച്ചടക്കം എന്ന് നമുക്ക് പറയാൻ പറ്റുക. It is a constructive and force for proper business management. ഇത് ശരിയായിട്ടുള്ള ഒരു ബിസിനസ് മാനേജ്മെന്റിന് ഒരു ക്രിയാത്മകവും ഫലപ്രദവുമായിട്ടുള്ള ഒരു ശക്തി തന്നെയാണ്. And positive discipline rules and regulations are easily followed by the employees and help the employees to improve their performance. ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിൻ അല്ലെങ്കിൽ അച്ചടക്കം, അതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളെല്ലാം അവർക്ക് എംപ്ലോയീസിനെ എളുപ്പത്തിൽ പിന്തുടരാനും അതിലൂടെ ആ എംപ്ലോയീസിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രകടനത്തെ മെച്ചപ്പെടുത്താനും സാധിക്കുന്നുണ്ട്. ഒരു പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അച്ചടക്കം. അതിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഈ ഒരു അച്ചടക്കത്തിലൂടെ അവർക്ക് എംപ്ലോയീസിന് മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും അല്ലെങ്കിൽ പ്രചോദനം നൽകാൻ സാധിക്കും. അങ്ങനെ പ്രചോദനം നൽകുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? ആ ഓർഗനൈസേഷന്റെ ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ആ ഓർഗനൈസേഷൻ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. ശരിയായിട്ടുള്ള ഒരു പെരുമാറ്റച്ചട്ടങ്ങൾ പാലിക്കുകയും അതിലൂടെ ഒരു നിലവാരമുള്ള പെരുമാറ്റം അവര് കാഴ്ചവെക്കുകയും അതിലൂടെ ആ ഓർഗനൈസേഷന്റെ ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്നു. അപ്പൊ അതിനുവേണ്ടി അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു അച്ചടക്കമാണ് പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ഓൾസോ ബി കോൾഡ് എ സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് സ്വയം ചുമത്തപ്പെട്ട എന്താണ് അല്ലെങ്കിൽ സ്വയം ചുമത്തിയ അച്ചടക്കം എന്ന് നമുക്കിതിനെ വിളിക്കാവുന്നതാണ്.
It is a constructive and effective force for proper business management. ശരിയായിട്ടുള്ള ബിസിനസ് മാനേജ്മെന്റിന് ഇതൊരു ക്രിയാത്മകവും ഫലപ്രദവുമായിട്ടുള്ള ഒരു ശക്തി തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. And positive discipline rules and regulations are easily followed by the employees and help the employees to improve their performance. ഒരു പോസിറ്റീവ് ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട നിയമങ്ങളായിക്കോട്ടെ, നിയന്ത്രണങ്ങളായിക്കോട്ടെ, ഒരു എംപ്ലോയീസിന് എളുപ്പത്തിൽ അത് പിന്തുടരാനും അതിനനുസരിച്ച് അവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രകടനങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ മികച്ചതാക്കാനും സഹായിക്കുന്നുണ്ട്. ഇനി അക്കോർഡിംഗ് ടു സ്പ്രിംഗർ, the positive discipline enables an employee to have a greater freedom in that he enjoys a greater degree of self-expression in striving to achieve the group objective which he identifies as his own. ഇവിടെ ഇദ്ദേഹത്തിന്റെ സ്പ്രിംഗറിന്റെ അഭിപ്രായത്തില് അദ്ദേഹം പറയുന്നത് ഒരു പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എനേബിൾ ആൻ എംപ്ലോയി ടു ഹാവ് എ ഗ്രേറ്റർ ഫ്രീഡം, അതായത് ഇൻ ദാറ്റ് ഹി എൻജോയ്സ് എ ഗ്രേറ്റർ ഡിഗ്രി ഓഫ് സെൽഫ് എക്സ്പ്രഷൻ ഇൻ സ്ട്രൈവിംഗ് ടു അച്ചീവ് ദ ഗ്രൂപ്പ് ഒബ്ജക്റ്റീവ് വിച്ച് ഹി ഐഡന്റിഫൈ ആസ് ഹിസ് ഓൺ. ഇവിടെ ഒരു പോസിറ്റീവ് ഡിസിപ്ലിനിലൂടെ ഒരു എംപ്ലോയിക്ക് അല്ലെങ്കിൽ ഒരു ജീവനക്കാരന് കൂടുതൽ ഒരു സ്വാതന്ത്ര്യം നൽകാനായിട്ട് ഈ ഒരു പോസിറ്റീവ് ഡിസിപ്ലിൻ സഹായിക്കുന്നുണ്ട്. അവരുടെ സ്വമേധയാ അവർ ആ ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ആ ഒരു കോഡ് ഓഫ് കണ്ടക്ട്, ആ ഒരു പെരുമാറ്റച്ചട്ടം സ്വമേധയാ അവരിൽ ചുമത്തുകയും അവർ സ്വമേധയാ അവരുടെ സെൽഫ് ഇൻട്രസ്റ്റോട് കൂടിയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ, അപ്പൊ അവരുടെ ആ ഒരു ബിഹേവിയർ അവർ കൺട്രോൾ ചെയ്യുന്നതൊക്കെ ഒരിക്കലും ഇമ്പോസ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ഫോഴ്സ്ഫുള്ളി നമ്മൾ അവിടെ ചുമത്തുകയല്ല അവർ ചെയ്യണം, അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടല്ല, കുറച്ചും കൂടി ഫ്രീ ആയിട്ട് നമുക്ക് തൊഴിലാളികൾക്ക് കുറച്ചും കൂടി ഒരു സ്വാതന്ത്ര്യം നൽകാനൊക്കെ ഈ ഒരു പോസിറ്റീവ് ഡിസിപ്ലിൻ സഹായിക്കുന്നുണ്ടെന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പറയുന്നത്. And he enjoys a greater degree of self-expression in striving to achieve the group objective. അവർക്ക് നൽകുന്ന ആ ഒരു ഗ്രൂപ്പ് തലത്തിലോ ഇൻഡിവിജ്വൽ തലത്തിലോ തരുന്ന എല്ലാ തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളും നേടിയെടുക്കുന്നതിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു സെൽഫ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു ആത്മപ്രകാശനം അല്ലെങ്കിൽ അവരിൽ നിന്ന് മാക്സിമം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കൊടുക്കാനും മാക്സിമം അവർക്ക് എൻജോയ് ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. വിച്ച് ഹി ഐഡന്റിഫൈ ആസ് ഹിസ് ഓൺ, അവരെന്ത് ചെയ്യുന്നു, അവരുടെ സ്വന്തമാണെന്നത് അവർ തിരിച്ചറിയുന്നു. അതായത് ഞാൻ സ്വയം നേടിയെടുത്ത അല്ലെങ്കിൽ ഞാൻ സ്വയം അച്ചീവ് ചെയ്ത അല്ലെങ്കിൽ ഞാൻ സ്വയം മനസ്സിലാക്കിയെടുത്ത ആ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഈ പെരുമാറ്റച്ചട്ടമാണ്, അതുപോലെ എന്റെ സ്ഥാപനമാണ്, എനിക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു നിലവാരമുള്ള മാനദണ്ഡങ്ങൾ ഞാൻ എന്താണ് ഫോളോ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള, അപ്പൊ അവർക്ക് അതിനനുസരിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അവരെപ്പം ഹാപ്പി ആയിരിക്കും, അല്ലെ? അപ്പൊ അവരെന്ത് ചെയ്യുന്നു, മാക്സിമം അവരുടെ എഫേർട്ടുകൾ എടുത്ത് ഞാൻ സ്വയം ചെയ്യേണ്ട ജോലിയാണ്, അവരുടെ സ്വന്തമായിട്ടുള്ള അവരുടെ ആ ഒരു ഉത്തരവാദിത്വം അവർ സ്വയം ഏറ്റെടുക്കുകയും അത് സ്വന്തമായിട്ട് അത് തിരിച്ചറിയുകയും അതിനനുസരിച്ച് അവർക്ക് നൽകിയിരിക്കുന്ന ഗ്രൂപ്പായിട്ടോ ഇൻഡിവിജ്വൽ ആയിട്ടോ എങ്ങനെയാണോ അവർക്ക് നൽകിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ അവരെന്ത് ചെയ്യുന്നു, വളരെ ആത്മസംതൃപ്തിയോടുകൂടി തന്നെ എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്തു തീർക്കാനും അതിനനുസരിച്ച് ഒരു ഗ്രേറ്റർ ഫ്രീഡം, ഒരു നല്ലൊരു സ്വാതന്ത്ര്യവും എംപ്ലോയിക്ക് നൽകുന്ന ഒന്നാണ് പോസിറ്റീവ് ഡിസിപ്ലിൻ എന്നാണ് സ്പ്രിഗൽ പറയുന്നത്. അപ്പൊ ആ ഒരു പോസിറ്റീവ് ഡിസിപ്ലിൻ ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. Clear ആണോ പോസിറ്റീവ് ഡിസിപ്ലിൻ? ഓക്കെ അല്ലേ? സെക്കൻഡ് വൺ ആണ് നെഗറ്റീവ് ഡിസിപ്ലിൻ.
Negative discipline, sometimes certain employees do not feel like following the rules and regulations of the organization. ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ചിലപ്പോ ചില ജീവനക്കാർക്ക് നമ്മുടെ സ്ഥാപനത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ചിലപ്പോ പാലിക്കാനൊന്നും തോന്നില്ല. They view complying with rules and regulations to be negative. അവർക്ക് എങ്ങനെ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടായിരിക്കും ചിലപ്പോൾ അവർ കാണുക. സോ ഇറ്റ്സ് എ വെരി ജനറൽ അപ്രോച്ച് ടുവേർഡ്സ് ദിസ് ഡിസിപ്ലിൻ അല്ലെ. ഈ ഒരു അച്ചടക്കത്തിനുള്ള വളരെ ജനറൽ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള ഒരു അപ്രോച്ച് ഈ സമീപനം തന്നെയാണിത്. ഇപ്പൊ ചില എംപ്ലോയീസിന് ചില സമയങ്ങളിൽ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാൻ ചിലപ്പോൾ തോന്നണമെന്നില്ല അല്ലെ, പല കാരണങ്ങൾ കൊണ്ടാവാം. അതിനെയാണ് നെഗറ്റീവ് ഡിസിപ്ലിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർക്ക് ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടായിരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നത്. So in such cases, the disciplinary policies are enforced on the employees. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ അവരിൽ എന്ത് ചെയ്യണം? ഡിസിപ്ലിൻ പോളിസീസ്, അച്ചടക്കവുമായി ബന്ധപ്പെട്ട നടപടികൾ നമ്മൾ അവരിൽ എൻഫോഴ്സ്ഡ് ഓൺ ദ എംപ്ലോയീസിൽ നമ്മൾ നടപ്പിലാക്കും. അപ്പൊ അവർക്ക് താല്പര്യമില്ലാതെ നമ്മൾ നടപ്പിലാക്കാം. Sometimes undisciplined employees are warned and even punished for not obeying the rules and regulations. നമ്മൾ ഇത് നടപ്പിലാക്കിയേ പറ്റുള്ളൂ. കാരണം ആ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, ഗോൾസ് അച്ചീവ് ചെയ്യണം, അത് അവർ പാലിക്കണം. അങ്ങനെ പാലിക്കാതെ വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അച്ചടക്കമില്ലാതെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ നമ്മുടെ മുന്നറിയിപ്പുകൾ കൊടുക്കാറുണ്ട് അല്ലെ. അവർ പാലിക്കാതെ വന്നാലും വാർണിംഗ്സ് കൊടുക്കാറുണ്ട് അല്ലെ, മുന്നറിയിപ്പുകൾ കൊടുക്കാറുണ്ട്. ഇവരെ പണിഷ്ഡ്, ശിക്ഷകളും നമ്മൾ നൽകാറുണ്ട്. നോട്ട് ഫോർ ഒബേയിങ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. എന്തിനു വേണ്ടിയിട്ടാ? ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നറിയിപ്പുകൾ കൊടുക്കാറുണ്ട്, ശിക്ഷകളും കൊടുക്കാറുണ്ട്. അപ്പൊ ആദ്യത്തെ പാരഗ്രാഫിൽ എന്താ പറയുന്നത്? നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയാൻ ചില സന്ദർഭങ്ങളിൽ ചില ആളുകൾക്ക്, അതായത് എംപ്ലോയീസിന് അവർക്ക് എന്ത് ചെയ്യില്ല, അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ആ ഓർഗനൈസേഷനിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ചിലപ്പോൾ പാലിക്കാൻ തോന്നാറില്ല. അത് അവരുടെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ വിചാരം ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുന്ന ഒരു നെഗറ്റീവ് ആയിട്ടാണ് അവർക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇതെന്ന് പറയുന്നത് പൊതുവായിട്ടുള്ളൊരു ഡിസിപ്ലിനോട് അല്ലെങ്കിൽ അച്ചടക്കത്തോടുള്ള ഒരു പൊതുവായ സമീപനമാണ്. പല സന്ദർഭങ്ങളിൽ പല എംപ്ലോയീസിനും ഇത് തോന്നാവുന്നതുമാണ് അല്ലെ. നമ്മളൊരു ഓർഗനൈസേഷനിൽ നിൽക്കുമ്പോൾ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവരുടെ നമുക്ക് താല്പര്യം ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടോ? ചില സന്ദർഭങ്ങളിൽ നമുക്ക് അതിൽ താല്പര്യം പാലിക്കാൻ നമുക്ക് താല്പര്യമുള്ള ഇല്ലാത്ത ഉണ്ടാവാം ഇല്ലേ? ഇല്ലേ? പല കാര്യങ്ങളും എല്ലാം അവർ പറയുന്നത് അങ്ങനെ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടാകുന്നില്ല, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാവണമെന്നില്ല. അപ്പൊ അങ്ങനെ ചില സന്ദർഭങ്ങളിൽ ഇത് പൊതുവായിട്ടുള്ള സമീപനമാണ്. അപ്പൊ അവർ എപ്പോഴാണോ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർ പാലിക്കാതെ വരുന്നത് അല്ലെങ്കിൽ അനുസരിക്കാതെ വരുന്നത്, ആ സന്ദർഭങ്ങളിൽ ഇങ്ങനെ അച്ചടക്കമില്ലാത്ത എംപ്ലോയീസിനെ അവർ ചിലപ്പോൾ മുന്നറിയിപ്പുകൾ കൊടുക്കാറുണ്ട്, പണിഷ്മെന്റുകളും നൽകാറുണ്ട്. അതാണ് ശരിക്കും നെഗറ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്കോർഡിംഗ് ടു സ്പ്രിഗൽ, the negative discipline is the force that prompts an individual or a group to observe the rules, regulations and procedures which are deemed to be necessary to the attainment of an objective. ഇവിടെ ഇദ്ദേഹത്തിന്റെ ആ ഒരു ഡെഫിനിഷനിൽ പറയുന്നത് നെഗറ്റീവ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ നെഗറ്റീവ് അച്ചടക്കം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കൂട്ടത്തെ, ഒരു ഇൻഡിവിജ്വൽ ആവാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്, ഒരു കൂട്ടമാവാം, അവർക്ക് ആ ഒരു ജോലി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലക്ഷ്യം എന്താണോ, എന്ത് ലക്ഷ്യമാണോ അല്ലെങ്കിൽ എന്ത് ഒബ്ജക്റ്റീവ് ആണോ നമുക്ക് അറ്റൈൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്ത് ലക്ഷ്യമാണോ നമുക്ക് കൈവരിക്കേണ്ടത്, അതിന് അനിവാര്യമായിട്ടുള്ള അല്ലെ, അതിന് നെസസറി ആയിട്ടുള്ള അല്ലെങ്കിൽ അനിവാര്യമെന്ന് കരുതുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നിയമങ്ങളോ നിയന്ത്രണങ്ങളോ പ്രൊസീജിയേഴ്സും നടപടിക്രമങ്ങളോ ഒക്കെ പാലിക്കുന്ന പാലിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയാണ് നെഗറ്റീവ് ഡിസിപ്ലിൻ എന്നതാണ്. അതായത് ഇവിടെ ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നമ്മള് ഒരു അൺഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു എംപ്ലോയി ആണ് വിചാരിക്കാം. അപ്പൊ അവിടുത്തെ എംപ്ലോയീസ് അച്ചടക്കം നടപടികൾ പാലിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ അച്ചടക്ക നയങ്ങൾ പാലിച്ചില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞു നെഗറ്റീവ് ഡിസിപ്ലിൻ വരുമ്പോൾ അവർ അച്ചടക്കമില്ലാത്തവരാണെങ്കിൽ അവർക്ക് പണിഷ്മെന്റ്, ഇവർ മുന്നറിയിപ്പുകൾ കിട്ടും, പണിഷ്മെന്റുകൾ കിട്ടും, അങ്ങനെയുള്ള പല കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ ഭാവിയിലേക്കുള്ള അവരുടെ കരിയർ ഗ്രോത്തിലേക്ക് വളരെയധികം ദോഷകരമായിട്ട് അല്ലെങ്കിൽ പ്രതികൂലമായിട്ട് ബാധിച്ചേക്കാം. അപ്പൊ അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ആ ഒരു മൈൻഡില് നമ്മൾ നേരത്തെ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ, അത് മൈൻഡിൽ വെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരെ എന്തിലേക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു പണിഷ്മെന്റ് നമ്മൾ കൊടുക്കുന്നു, ഒരാള് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്, അവിടെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ ഒന്നോ രണ്ടോ പേര് ഇതുപോലെ അച്ചടക്ക ലംഘനം നടത്തണം.
അപ്പൊ അത് മാനേജ്മെന്റിന് മനസ്സിലായി. അവരെന്ത് ചെയ്യുന്നു? വേഗം തന്നെ അവർക്ക് അതിനുള്ള പണിഷ്മെന്റുകൾ നൽകുന്നു. അപ്പൊ അങ്ങനെ പണിഷ്മെന്റ് നൽകുമ്പോ അത് എന്തിനു വേണ്ടിയിട്ടാണ് പണിഷ്മെന്റ് നൽകുന്നത്? എന്തിനു വേണ്ടിയാണ് പണിഷ്മെന്റ് നൽകുന്നത്? ഇനി അവർ എങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്? ഇനി അവർ എങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടി നമ്മൾ പണിഷ്മെന്റുകള് അല്ലെങ്കിൽ വാർണിംഗ്സ് ഒക്കെ കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയാ? എന്താണ് റിപ്ലൈ ഇല്ലാത്തേ? എന്തിനു വേണ്ടി പണിഷ്മെന്റ് വാർണിംഗ് കൊടുക്കുന്നത്? അവർ ചെയ്ത കാര്യങ്ങൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും, അത് അവിടെ വെച്ച് തീർന്നു അല്ലെ? ആ പണിഷ്മെന്റും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെ അവർ മനസ്സിലാക്കണം അല്ലെ? ഇനി അച്ചടക്ക നടപടികൾ അല്ലെങ്കിൽ അച്ചടക്ക ലംഘനം വന്നാൽ ഇതിന് വലിയ രീതിയിലുള്ള പണിഷ്മെന്റുകൾ അവർക്ക് കിട്ടാം അല്ലെ? അത് മനസ്സിലാക്കാം. മറ്റുള്ള എംപ്ലോയീസും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ഇനി ഏർപ്പെടാതിരിക്കാൻ വേണ്ടി, ശരിയല്ലേ? ഇനി ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അല്ലെ? അതല്ലേ ഉദ്ദേശം. അപ്പൊ ഇവിടെയും ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ആ ഒരു ഡെഫിനിഷനിലും അത് തന്നെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിൻ കൊണ്ടുവരുമ്പോ അവർക്കറിയാം നല്ല രീതിയിലുള്ള ഒരു അച്ചടക്കം അവിടെ നടപടികൾ അവിടെ സ്വീകരിച്ചല്ലെങ്കിൽ നല്ല രീതിയിലുള്ള അച്ചടക്കം നമ്മൾ അവിടെ പാലിച്ചില്ല എങ്കിൽ അവർക്ക് ശിക്ഷകൾ ലഭിക്കുമെന്ന് അവർക്കറിയാം അല്ലെ? അതുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തിന്റെ ആ ഒരു ഓർഗനൈസേഷന്റെ അവർക്ക് നൽകിയിരിക്കുന്ന എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള അനിവാര്യമായിട്ടുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും പ്രൊസീജിയേഴ്സും എല്ലാം അവരെന്ത് ചെയ്യും? കൃത്യമായിട്ട് പാലിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ശക്തിയാണ് നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അതൊരു ഫോഴ്സ് ആയിട്ട്? അങ്ങനെ ഒരു ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ അതിലൂടെ അവരെന്താ മനസ്സിലാക്കുന്നത്? ആ പറയുന്ന ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കണം. ഒരു വ്യക്തിയാവാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാവാം. എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? വ്യക്തമായിട്ട് അവർ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസും പ്രൊസീജിയേഴ്സും ഒക്കെ പാലിക്കണം. അതിലൂടെ ആ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കണം അല്ലെ? അപ്പൊ ഇവിടെ അങ്ങനെ നേടിയെടുക്കാൻ പറ്റിയില്ല എങ്കിൽ അവർക്ക് പണിഷ്മെന്റുകൾ കിട്ടും, ശരിയല്ലേ? അപ്പൊ അങ്ങനെ പണിഷ്മെന്റുകൾ കിട്ടാതിരിക്കണമെങ്കിൽ അവർ എന്ത് ചെയ്യണം? അത് നേടിയെടുക്കാനായിട്ട് അവർ മാക്സിമം പരിശ്രമിക്കണം. അതിന് കൃത്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അവർ പാലിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ ആ ഒരു എംപ്ലോയീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് കൃത്യമായിട്ട് പാലിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഫോഴ്സ് ആണ് അല്ലെങ്കിൽ പിന്നിലൂടെ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയാണ് എന്തെന്ന് പറയുന്നത്? നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആ ഒരു ഡെഫിനിഷൻ എന്താ ഉദ്ദേശിക്കുന്നത്? മനസ്സിലായോ? അപ്പൊ ആ ഒരു ഫോഴ്സ് എന്താണെന്ന് നമുക്ക് കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. അവിടെ ഉദ്ദേശിക്കുന്നത് ആ ഒരു ശക്തിയിലൂടെ. അപ്പൊ ആളുകളുടെ മനസ്സിൽ വരാണ്, ഞാൻ ഇന്ന പോലെ ചെയ്തില്ലെങ്കിൽ എനിക്ക് ശിക്ഷ കിട്ടും അല്ലെ? അപ്പൊ നമുക്കാണെങ്കിൽ ആ ഒരു ഭയം ഉള്ളിൽ കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നന്നായി പാലിച്ച് അവിടുത്തെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കും. അതിപ്പോ ഒരു ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, ഒരു ഗ്രൂപ്പ് ആയിക്കോട്ടെ. ക്ലിയർ ആണോ? അത് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. നെഗറ്റീവ് ഡിസിപ്ലിൻ. ഓക്കെ, ക്ലിയർ അല്ലേ? തേർഡ് ടൈപ്പിലേക്ക് പോകാമല്ലോ അല്ലെ? തേർഡ് വൺ ആണ് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ. പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? പുരോഗമനപരമായിട്ടുള്ള അച്ചടക്കം അല്ലെ? അപ്പൊ ഇവിടെ പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. അതായത് നമ്മുടെ പോസിറ്റീവ് ഡിസിപ്ലിന്റെയും നെഗറ്റീവ് ഡിസിപ്ലിന്റെയും ഒരു കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് പറയാം പ്രോഗ്രസീവ് ഡിസിപ്ലിൻ. പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ.
ഇവിടെ the best way to maintain discipline among the employees is the adoption of progressive discipline policy. മിക്ക സ്ഥാപനങ്ങളും ഫോളോ ചെയ്യുന്ന ഒരു പോളിസിയാണ് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ പോളിസി. ഏറ്റവും ബെസ്റ്റ് വേ ആണ്, ഏറ്റവും നല്ലൊരു രീതിയാണ് സ്ഥാപനങ്ങളിലെ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ നല്ല രീതിയിൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആ ഓർഗനൈസേഷൻ കൂടുതലും അഡോപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ഒരു രീതിയാണ് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ പോളിസി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അച്ചടക്ക നയം എന്ന് പറയുന്നത്. ദിസ് പോളിസി ബേസിക്കലി ഇൻവോൾവ്സ് എ സിസ്റ്റമാറ്റിക് വേ ഓഫ് ഡീലിംഗ് വിത്ത് ദ ഇൻഡിസിപ്ലിൻ പ്രോബ്ലംസ് ക്രിയേറ്റഡ് ബൈ ദ എംപ്ലോയീസ്. ഈ ഒരു പോളിസി പ്രധാനമായിട്ടും എന്താണ് ഉൾപ്പെടുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നത്? ഒരു വ്യവസ്ഥാപിതമായ അല്ലെങ്കിൽ ഒരു ചിട്ടയായിട്ടുള്ള ഇൻഡിസിപ്ലിൻ പ്രോബ്ലംസ്, അതായത് അച്ചടക്കമില്ലായ്മയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ക്രിയേറ്റഡ് ബൈ ദ എംപ്ലോയീസ് രൂപപ്പെടുത്തുന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന അച്ചടക്കമില്ലായ്മയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു വ്യവസ്ഥാപിതമായിട്ട് അല്ലെങ്കിൽ ചിട്ടയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോളിസിയിൽ പ്രധാനമായിട്ടും പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് ഡിസിപ്ലിനറി പോളിസി, ഈ ഒരു അച്ചടക്ക നയം പ്രോഗ്രസീവ് ഡിസിപ്ലിൻ പോളിസിയെ കുറിച്ചാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുകയാണെങ്കിൽ an organization should take mild disciplinary action at the initial stages and then move on to the more severe punishment. ഇവിടെ ഈ ഒരു ഡിസിപ്ലിൻ പോളിസിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഇനിഷ്യൽ സ്റ്റേജിൽ, അതായത് ഒരു എംപ്ലോയി ഒരു ഇൻഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു അച്ചടക്കപരമല്ലാത്ത എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു, അച്ചടക്കമില്ലായ്മ കാണിച്ചു എന്ന് ആ മാനേജ്മെന്റിന് മനസ്സിലാക്കിയാൽ അവര് ആദ്യത്തെ സ്റ്റേജിൽ പ്രാരംഭഘട്ടത്തിൽ അവർ എന്താണ് ചെയ്യുക? മൈൽഡ് ഡിസിപ്ലിനറി ആക്ഷൻ, വളരെ ലഘുവായിട്ടുള്ള അച്ചടക്ക നടപടികളായിരിക്കും ആദ്യം സ്വീകരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? മൂവ് ഓൺ ടു ദ മോർ സിവിയർ പണിഷ്മെന്റ്. അതിനുശേഷം പിന്നെയും ഇവരുടെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിലോ കുറച്ചുകൂടി സിവിയർ ആയിട്ടുള്ള അല്ലെ കുറച്ചുകൂടി ശക്തമായിട്ടുള്ള എന്താണ് അച്ചടക്ക നടപടികളിലേക്കും പണിഷ്മെന്റുകളിലേക്കും ഒക്കെ എന്ത് ചെയ്യുന്നു? പോവാം അല്ലെങ്കിൽ നീങ്ങുകയും ചെയ്യുന്നു. അപ്പൊ ആദ്യത്തെ ഒരു പ്രാരംഭഘട്ടത്തിൽ അവർ വളരെ ലഘുവായിട്ടുള്ള അച്ചടക്ക നടപടികളായിരിക്കും സ്വീകരിക്കുക അല്ലെങ്കിൽ കൈക്കൊള്ളുക. അതിനുശേഷവും പിന്നെയും അവർ ഇതേ രീതി തന്നെ തുടരുകയാണെങ്കിൽ കൂടുതൽ കഠിനമായിട്ടുള്ള അച്ചടക്ക നടപടിയിലേക്ക് അല്ലെങ്കിൽ ചിട്ടകളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. ക്ലിയർ ആവുന്ന? അപ്പൊ പ്രോഗ്രസീവ് ആണ്, അതായത് പുരോഗമനപരമായിട്ടുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള പുരോഗതിയിലാണ്. അപ്പൊ ആദ്യം വളരെ ചെറിയ രീതിയിൽ അത് പറയും. ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവേ. ഇഫ് ആൻ എംപ്ലോയി ക്രിയേറ്റ് ഇൻഡിസിപ്ലിൻ ഇൻ എനി ഫോം, അതായത് ഒരു എംപ്ലോയി ഏത് രൂപത്തിലുമുള്ള ഒരു അച്ചടക്കപരമല്ലാത്ത ഒരു പ്രവർത്തനം കാഴ്ചവെക്കുകയാണെന്ന് വിചാരിക്കാം. ഫസ്റ്റ് ഹി ഷുഡ് ബി ഗിവൺ എ വെർബൽ വാർണിംഗ്. ആദ്യം അവർക്ക് വാക്കാലുള്ള ഒരു മുന്നറിയിപ്പ് നൽകും. ശരിയല്ലേ? എല്ലാ സ്ഥാപനങ്ങളിലെയും മിക്ക സ്ഥാപനങ്ങളിലും കൊടുക്കുന്ന കാര്യമാണ് അല്ലെ? വാക്കാൽ ഒരു മുന്നറിയിപ്പ് നൽകും അല്ലെ? ശരിയല്ലേ? അതിനുശേഷം അതൊരു ഇനിഷ്യൽ സ്റ്റേജ് ആണ്. പ്രാരംഭഘട്ടത്തില് ആദ്യമായിട്ട് അവർക്കൊരു എന്താണ് ഒരു അബദ്ധം പറ്റിപ്പോയതാവാം എന്ന രീതിയിൽ നമ്മൾ ആദ്യം ഒരു വാക്കാൽ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. രണ്ടാമത്തത് നോക്കി, ഇഫ് ഹി ഡസ് നോട്ട് റെക്ടിഫൈ ഹിസ് മിസ്റ്റേക്ക്, അവർ എന്നിട്ടും അവരുടെ തെറ്റുകൾ തിരുത്തുന്നില്ല, a charge sheet can be given to him, and further, if he continues with his indisciplinary behavior, he can be suspended and finally terminated. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വെർബൽ എന്താണ് വാക്കാലുള്ള ഒരു വാണിംഗ് കൊടുക്കും, ഒരു മുന്നറിയിപ്പ് കൊടുക്കും. ഇങ്ങനെയാണെങ്കിൽ ശരിയാവില്ല അല്ലെ? പറയുമല്ലോ അല്ലെ? ഏതൊരു മാനേജർ ആണെങ്കിലും പറയും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണെങ്കിൽ നമുക്കിത് ശരിയാവില്ല, ഇതൊരു വാണിംഗ് ആണ്, നിങ്ങൾ ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് വാക്കാലൊരു വാണിംഗ് കൊടുക്കും. രണ്ടാമത്തത്, അവർ എന്നിട്ടും അവരുടെ ആ ഒരു തെറ്റ് തിരുത്താതെ പിന്നെയും അതേ പ്രോസസ്സ് അല്ലെങ്കിൽ ആ അതേ ആക്ടിവിറ്റി തന്നെ തുടരുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെ ഒരു ചാർജ് ഷീറ്റ് അല്ലെ, ഒരു കുറ്റപത്രം ഇസ് ഗിവൺ ടു ഹിം ആൻഡ് ഫർദർ. അവർ എന്താണോ കുറ്റങ്ങൾ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ കുറ്റപത്രം അവർക്ക് നൽകുകയും അതിനുശേഷം പിന്നെയും അവർ ഇതേ രീതിയിലുള്ള ബിഹേവിയർ അല്ലെങ്കിൽ അച്ചടക്ക ലംഘനവുമായി ബന്ധപ്പെട്ട പെരുമാറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്യുന്നു. അതിനുശേഷം പിന്നെയും ഇത് തന്നെ ആവർത്തിക്കാൻ ഫൈനലി എന്ത് ചെയ്യുന്നു? അവരെ നമ്മൾ ആ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പിരിച്ചുവിടുകയും ചെയ്യാം. അപ്പൊ ഇതാണ് ഒരു പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് നെഗറ്റീവായിട്ട് മാത്രം നിങ്ങൾ കാണരുത് കേട്ടോ. ഇതിനിടയിൽ നമ്മൾ പറഞ്ഞത് ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ്, അതായത് അവർക്ക് ശിക്ഷകൾ കൊടുക്കുന്നത് രീതിയിലാണ്. പക്ഷെ ഇതിന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വശമുണ്ട്.
അല്ലേ? അവര് എന്തെങ്കിലും ഇൻഡിസിപ്ലിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ അച്ചടക്ക ലംഘനം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന പോലെ മുന്നറിയിപ്പ് കൊടുക്കുന്നതും അവരെ സസ്പെൻഡ് ചെയ്യുന്നതും അവരെ ടെർമിനേറ്റ് ചെയ്യുന്നതും. അതേസമയം അവർ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിലോ, നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, നല്ല രീതിയിൽ എത്ര പെട്ടെന്ന് പെട്ടെന്ന് അവർ ഗോൾസ് അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിലോ അവർക്ക് എന്ത് കിട്ടുമോ അതിനോടൊപ്പം അവർക്ക് പണിഷ്മെന്റ് ആണോ കിട്ടുക? ആണോ? അല്ല, റിവാർഡുകൾ കിട്ടും അല്ലേ? റിവാർഡുകൾ കിട്ടും, ട്രാൻസ്ഫർ കിട്ടും, ശരിയല്ലേ? അപ്പൊ ഈ 2 വർഷവും ഉണ്ട് കേട്ടോ ഇതിന്. അപ്പൊ ഇവിടെ പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോ ഈ ഒരു അച്ചടക്ക നടപടിയിൽ അല്ലെങ്കിൽ അച്ചടക്ക നയത്തില് 2 വശവും വരുന്നുണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള വശവും വരുന്നുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള വശവും വരുന്നുണ്ട്. ഇതിൽ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള വശമാണ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് മാത്രം. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ഡിസിപ്ലിനിൽ ഫോക്കസ് ചെയ്യുന്ന നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതുകൊണ്ടാണ് അത് പറഞ്ഞത്. പോസിറ്റീവ് വശം കൂടി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനി പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നോക്കിയേ, a progressive discipline stays with the employee for his whole career period. ഈ ഒരു പ്രോഗ്രസീവ് ഡിസിപ്ലിൻ അവരുടെ ആ ഒരു എംപ്ലോയീസിന്റെ ഹോൾ കരിയർ പീരീഡ്, മൊത്തത്തിലുള്ള അവരുടെ ആ ഒരു കരിയറിന്റെ കാലഘട്ടം മുഴുവൻ ഇത് തുടരുന്ന ഒരു എന്താണ് അച്ചടക്ക നടപടിയാണ് അല്ലെങ്കിൽ ഒരു അച്ചടക്ക നയമാണ്. ഫ്രം ദ ഡേറ്റ് ഓഫ് ജോയിനിങ്, അവർ എന്നാണ് ആ ഒരു ജോലിയിൽ പ്രവേശിച്ചത് അന്ന് മുതല് till his retirement, എന്നാണ് അവർ റിട്ടയർ ആവുന്നത് ഫ്രം ദ ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷനിൽ നിന്ന് എന്നാണ് അവർ റിട്ടയർഡ് ആവുന്നത് അന്ന് വരെയും ഇത് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ കൂടെ അത് തുടരുന്ന ഒരു കാര്യമാണ്. ഹോൾ കരിയർ പീരീഡിൽ ഇത് അവരുടെ കൂടെ തുടരുന്ന ഒരു കാര്യമാണ്. പ്രോഗ്രസീവ് ഡിസിപ്ലിൻ നോട്ട് ഓൺലി റേസസ് ദ എംപ്ലോയി ടു എ ഹയർ ലെവൽ ബട്ട് ക്യാൻ ഓൾസോ റിസൾട്ട് ഇൻ ഡിസ്മിസൽ. അപ്പൊ പ്രോഗ്രസീവ് ലെവലിലൂടെ നമുക്ക് ഒരു എംപ്ലോയീസിനെ റിവാർഡുകൾ കൊടുക്കുന്ന ഒരു ഹയർ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. ശരിയല്ലേ? നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ അവർക്ക് റിവാർഡുകൾ കൊടുത്ത് അവരെ ഹയർ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുമോ? പറ്റില്ലേ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതിരിക്കുന്നേ? പറ്റും അല്ലെ? അതേ സമയം തന്നെ അത് മാത്രമല്ല, ബട്ട് ക്യാൻ ഓൾസോ റിസൾട്ട് ഇൻ ഡിസ്മിസൽ അല്ലെ? അവരുടെ ഹയർ ലെവലിലേക്കും ഉയർത്തിക്കൊണ്ടുവരാം, അതോടൊപ്പം തന്നെ അവരുടെ ഡിസ്മിസൽ അല്ലെങ്കിൽ പിരിച്ചുവിടലിലേക്കും അത് റിസൾട്ട് ചെയ്യാം അല്ലെ, നയിച്ചേക്കാം. ഇൻ അതർ വേർഡ്സ് ഇറ്റ് ക്യാൻ ബി സെഡ് ദാറ്റ് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ നോട്ട് ഓൺലി റിവാർഡ്സ് ആൻ എംപ്ലോയി ബട്ട് ക്യാൻ ഓൾസോ പണിഷ് ഹിം. രണ്ടുമുണ്ട്. അവർക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ അവർക്ക് റിവാർഡുകൾ കൊടുക്കും, അവരെ ഹയർ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകും. അതേസമയം അവരെ നെഗറ്റീവായിട്ടാണ് പെർഫോം ചെയ്യുന്നതെങ്കിലോ അവർക്ക് പണിഷ്മെന്റുകൾ കൊടുക്കാം, അവർക്ക് ചിലപ്പോൾ ടെർമിനേഷൻ അല്ലെങ്കിൽ ഡിസ്മിസൽ വരെയും നടത്തിയേക്കാം. ക്ലിയർ ആയോ? ഒരു പ്രോഗ്രസീവ് ഡിസിപ്ലിന് അതാണ് പ്രിൻസിപ്പാളിന്റെ രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ പോലെ പറയുന്നതാണ്. ഇപ്പൊ ഇവിടെ നെഗറ്റീവ് ആയിട്ട് നമുക്ക് എടുക്കാം, പോസിറ്റീവ് ആയിട്ടും ഉണ്ട് അല്ലേ? ഇപ്പൊ ഇവിടെ കൂടുതലും നമ്മള് നെഗറ്റീവ് ആയിട്ടുള്ള എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് അത് മാത്രമല്ല, പോസിറ്റീവ് ആയിട്ട് നല്ല രീതിയിൽ ഡിസിപ്ലിൻ പാലിക്കുന്നവരാണെങ്കിൽ അവർക്ക് നമ്മൾ റിവാർഡുകൾ കൊടുക്കുന്നുണ്ട്, അതിനനുസരിച്ച് അവരെ ഹയർ ലെവലിലേക്ക് ഉയർത്തുന്നുണ്ട്. അതേസമയം തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ, അച്ചടക്ക നടപടികൾ അല്ലെങ്കിൽ അച്ചടക്ക ലംഘനങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആദ്യം നമ്മളൊരു വാണിംഗ് കൊടുക്കും, മുന്നറിയിപ്പ് കൊടുക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ ലഘുവായിട്ടുള്ള നടപടികളാണ് ആദ്യം സ്വീകരിക്കുക. അതിനുശേഷം അവർക്ക് ചാർജ് ഷീറ്റുകൾ കൊടുക്കും, അതിനുശേഷം അവരെ സസ്പെൻഡ് ചെയ്യും, അതിനുശേഷം അവർ അതേ സെയിം പ്രവർത്തനങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്യുന്നു. അപ്പൊ രണ്ട് നിൽക്കും, അതായത് ഹയർ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ ഡിസ്മിസൽ അല്ലെ, അതിൽ നിന്ന് പിരിച്ചുവിടുക എന്നുള്ള ഒരു പ്രവർത്തനം കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഒരു എംപ്ലോയിക്ക് റിസൾട്ടഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ കാരണമാകുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കി പ്രോഗ്രസീവ് ഡിസിപ്ലിൻ.
ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ 3 ടൈപ്സ് കംപ്ലീറ്റ് ആയി കേട്ടോ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണേ. നെക്സ്റ്റ് വൺ ആണ് ഇൻഡിസിപ്ലിൻ ഓർ മിസ്കണ്ടക്ട്, അതായത് അച്ചടക്കമില്ലായ്മ അല്ലെങ്കിൽ തെറ്റായ പെരുമാറ്റം. അപ്പൊ എന്താണ് ഒരു ഇൻഡിസിപ്ലിൻ അല്ലെങ്കിൽ മിസ്കണ്ടക്ട്? അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, കുറച്ച് ഐറ്റംസ്, കുറച്ചെണ്ണം നമ്മൾ ലിസ്റ്റ് ചെയ്ത് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇതുപോലെയുള്ള അച്ചടക്കമില്ലായ്മയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതിലാദ്യം എന്താണ് മിസ്കണ്ടക്ട് അല്ലെങ്കിൽ എന്താണ് ഇൻഡിസിപ്ലിൻ, എന്താണ് അച്ചടക്കമില്ലായ്മ അല്ലെങ്കിൽ എന്താണ് തെറ്റായ പെരുമാറ്റം എന്നാണ് നമ്മൾ ആദ്യത്തെ പോയിന്റിൽ നോക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ. വയലേഷൻ ഓഫ് കമ്പനീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബൈ ദ എംപ്ലോയീസ് ഈസ് ടേംഡ് ആസ് മിസ്കണ്ടക്ട്. എന്ന് വെച്ചാൽ എന്താണ് ഒരു തെറ്റായ പെരുമാറ്റം അല്ലെങ്കിൽ ഒരു മോശം പെരുമാറ്റം അല്ലെങ്കിൽ അച്ചടക്കമില്ലായ്മ എന്ന് പറയുന്നത്? വയലേഷൻ ഓഫ് കമ്പനീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബൈ ദ എംപ്ലോയീസ്. ആ കമ്പനിയുടെ അല്ലെ എംപ്ലോയീസ് അവരുടെ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലംഘിക്കുന്നതിനെയാണ് നമ്മുടെ അച്ചടക്ക ലംഘനം എന്ന് പറയാം, അല്ലെങ്കിൽ അച്ചടക്കമില്ലായ്മ എന്ന് പറയാം, അല്ലെങ്കിൽ തെറ്റായ പെരുമാറ്റം എന്ന് നമുക്ക് പറയാവുന്നതാണ്. ആൻഡ് ദിസ് നോട്ട് ഓൺലി അഡ്വേഴ്സ്ലി എഫക്ട്സ് ദ റെപ്യൂട്ടേഷൻ ഓഫ് ആൻ എംപ്ലോയി ബട്ട് ഓൾസോ ഹാസ് എ നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ ഹിസ് കരിയർ ഗ്രോത്ത്. അപ്പൊ ഇങ്ങനെ ഒരു അച്ചടക്കമില്ലായ്മ കാഴ്ചവെക്കുന്ന അല്ലെങ്കിൽ മോശം പെരുമാറ്റം കാഴ്ചവെക്കുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ അത് അവരെ എന്തിനേക്ക് ബാധിക്കുന്നുണ്ട്? അവരുടെ ആ ഒരു എംപ്ലോയിയുടെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ പ്രശസ്തിയെ അത് ബാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് അവരുടെ കരിയർ ഗ്രോത്തില്, അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട വളർച്ചയിലും അതൊരു പ്രതികൂലമായിട്ട് ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ഒരു പ്രതികൂലമായിട്ടുള്ളൊരു എഫക്റ്റ് അവരുടെ ആ ഒരു കരിയറിന്റെ വളർച്ചയിലും അത് ഉണ്ടായേക്കാം. And it is not necessary that misconduct take place within the company's premises during the working hours, but it can also take place outside the organization. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഈ പറയുന്ന മിസ്കണ്ടക്ട് അല്ലെങ്കിൽ മോശമായിട്ടുള്ള പെരുമാറ്റം ആ ഒരു കമ്പനിയുടെ ജോലി ചെയ്യുന്ന ആ ഒരു ജോലി സമയത്ത് ആ കമ്പനി പരിസരത്ത് വെച്ച് ഈ മോശം പെരുമാറ്റം നടക്കണമെന്നില്ല, അല്ലെ? മറിച്ച് എന്താണ്, ആ ഓർഗനൈസേഷന്റെ പുറത്ത് വെച്ച്, അല്ലെ, മറിച്ച് അതിന്റെ സ്ഥാപനത്തിന്റെ പുറത്ത് വെച്ചും ഈ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ അച്ചടക്ക ലംഘനം സംഭവിച്ചേക്കാം. And it has been seen that an employee who is undisciplined remains absent for a maximum period of time from the company. അപ്പൊ ഇങ്ങനെ അൺഡിസിപ്ലിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അച്ചടക്കമില്ലാത്ത അല്ലെങ്കിൽ മോശമായ പെരുമാറ്റം കാഴ്ചവെക്കുന്ന എംപ്ലോയീസ് ചിലപ്പോൾ പരമാവധി സമയവും ചിലപ്പോൾ കമ്പനിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായിട്ടും നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ വയലേഷൻ ഓഫ് കമ്പനീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ബൈ ദ എംപ്ലോയീസ് ടേംഡ് ആസ് എ മിസ്കണ്ടക്ട്. അപ്പോ ഒരു പെരുമാറ്റം എന്താണ്, മോശം പെരുമാറ്റം അല്ലെങ്കിൽ തെറ്റായ പെരുമാറ്റം അല്ലെങ്കിൽ അച്ചടക്കമില്ലായ്മ എന്നൊക്കെ പറയുന്നത് ഒരു കമ്പനിയിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതിലെ എംപ്ലോയീസ് ലംഘിക്കുന്നതിനെയാണ് നമ്മൾ മിസ്കണ്ടക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ്സ് നോട്ട് ഓൺലി ഇങ്ങനെ ഒരു ലംഘനം നടത്തുന്ന അല്ലെങ്കിൽ അച്ചടക്കമില്ലായ്മയുള്ള ഒരു എംപ്ലോയിക്ക് അവരുടെ ആ ഒരു റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ പ്രശസ്തി മാത്രമല്ല അഫക്ട് ചെയ്യുന്നത്, അതിനെ മാത്രമല്ല അത് ബാധിക്കുന്നത്, മറിച്ച് അവരുടെ കരിയർ ഗ്രോത്ത്, അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട വളർച്ചയെയും അത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും ജോലി സമയത്ത് ആ ഒരു ജോലി നടത്തുന്ന ആ ഒരു കമ്പനിയുടെ ആ ഒരു പരിസരത്ത് വെച്ച് ചിലപ്പോൾ മോശം പെരുമാറ്റം നടക്കണമെന്നില്ല, മറിച്ച് ആ ഓർഗനൈസേഷന്റെ പുറമെ, അല്ലെ, ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ പുറത്തും ഇത് സംഭവിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന കാര്യമാണ് മിക്ക എംപ്ലോയീസും ഇങ്ങനെ അൺഡിസിപ്ലിൻഡ് ആയിട്ടുള്ള അച്ചടക്കമില്ലാതെയുള്ള അല്ലെങ്കിൽ മോശം പെരുമാറ്റം കാഴ്ചവെക്കുന്ന എംപ്ലോയീസ് പരമാവധി സമയവും ആ കമ്പനിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. Then the concentration level of that employee also reduces gradually, അല്ലെ, affecting his performance. അപ്പൊ ഇങ്ങനെ അച്ചടക്കമില്ലാത്ത മോശം പെരുമാറ്റം കാഴ്ചവെക്കുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കൊടുക്കുന്ന ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു കമ്പനി അവർക്ക് കൊടുക്കുന്ന വർക്കുകളിലൊന്നും നന്നായിട്ട് അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ചിലപ്പോൾ ചെയ്യാൻ സാധിക്കില്ല. ആ കോൺസെൻട്രേഷൻ ലെവൽ എന്ന് പറയുന്നത് അവർക്ക് എങ്ങനെയായിരിക്കും, കുറഞ്ഞു വരും, റിഡ്യൂസ് ഗ്രാജുവലി, അല്ലെ, ക്രമേണ കുറയുകയും അത് അവരുടെ പെർഫോമൻസിനെ അല്ലെങ്കിൽ പ്രകടനത്തെ ബാധിക്കുകയും ചെയ്യും. There are certain changes in the behavior of that employee. അതുപോലെ തന്നെ ആ എംപ്ലോയീസിന്റെ ബിഹേവിയേഴ്സിൽ അല്ലെങ്കിൽ പെരുമാറ്റത്തിലും പല പല മാറ്റങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ആ ഓർഗനൈസേഷന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ബിഹേവിയർ ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ അവര് കാണിക്കുക. ഫോർ എക്സാമ്പിൾ, he or she starts bothering the authority for overtime allowances. എന്ത് ചെയ്യുന്നു ഇവിടെ, എന്ത് ചെയ്യുന്നു, അത് ആരാണോ പെണ്ണാണോ അറിയാലോ, എംപ്ലോയീസ് ആരായിക്കോട്ടെ
അവരെന്ത് ചെയ്യുന്നു, അവരുടെ അതോറിറ്റീസിനെ അല്ലെ, അവരുടെ അധികാരികളെ എന്ത് ചെയ്യുന്നു, ഓവർ ടൈം അലവൻസുകൾക്കായിട്ട് എപ്പോഴും എന്ത് ചെയ്യുന്നു, ആ അധികാരികളെ ബുദ്ധിമുട്ടിക്കാനൊക്കെ തുടങ്ങുന്നു. These all are some of the symptoms of indiscipline that can be easily detected by the management and accordingly steps can be taken to avoid such act of misconduct. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഇതൊക്കെ കുറച്ച് ഇൻഡിസിപ്ലിൻ അല്ലെങ്കിൽ അച്ചടക്കമില്ലായ്മയുടെ കുറച്ച് ലക്ഷണങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ആ ഒരു മാനേജ്മെന്റിനെ എളുപ്പത്തിൽ കണ്ടെത്താനും അതിനനുസരിച്ച് നടപടികൾ എളുപ്പത്തിൽ ഇങ്ങനെയുള്ള ആക്ടുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതുമാണ്. രണ്ടാമത്തെ സെന്റൻസിൽ ഇങ്ങനെ ഇൻഡിസിപ്ലിൻ അച്ചടക്കമില്ലാത്ത എംപ്ലോയീസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് ആ ഒരു ജോലിയോടുള്ള അവരുടെ ആത്മാർത്ഥതയും കാര്യങ്ങളും ഒക്കെ കുറയുകയും ആ ഒരു ജോലി ചെയ്യാനുള്ള അവരുടെ ലെവൽ ഓഫ് കോൺസെൻട്രേഷൻ ക്രമേണ കുറഞ്ഞു വരികയും അത് അവരുടെ പെർഫോമൻസിനെ ബാധിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അവരുടെ ആ ഒരു ബിഹേവിയേഴ്സിൽ പല പല മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിന് എക്സാമ്പിൾ എന്താണ്, അതോറിറ്റിയോട് ഓവർ ടൈം അലവൻസുകൾ വേണമെന്ന് അധികാരികൾ എന്ത് ചെയ്യുന്നു, ശല്യം അല്ലെങ്കിൽ ബുദ്ധിമുട്ടിട്ട് അല്ലെങ്കിൽ ശല്യപ്പെടുത്തുക തുടങ്ങുകയൊക്കെ ചെയ്യും. ഇതൊക്കെ എന്താണ്, ആ എംപ്ലോയീസ് ഇൻഡിസിപ്ലിൻഡ് ആണ്, അച്ചടക്കമില്ലായ്മയുള്ളവരാണ് എന്ന് ആ മാനേജ്മെന്റിനെ എളുപ്പത്തിൽ ഇതിലൂടെ ഈ ലക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കാനും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒഴിവാക്കുന്നതിന് വേണ്ടി അനുസൃതമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനും സാധിക്കണം. വേഗം ഒന്ന് വായിച്ചു നോക്കി, ഇൻഡിസിപ്ലിൻ ഓർ മിസ്കണ്ടക്ട്. ക്ലിയർ ആണോ? അത് ഓക്കെ ആണോ? ഓക്കെ. ഇനി നമ്മള് ആക്ട്സ് ഓഫ് ഇൻഡിസിപ്ലിൻ ഓർ മിസ്കണ്ടക്ട്, അതായത് ഇതൊരു പ്രധാനമായിട്ടും പറയുന്നത് എംപ്ലോയീസ് ഇൻ ദ കമ്പനി കമ്മിറ്റ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മിസ്കണ്ടക്ട് അല്ലെ. ഒരു എംപ്ലോയീസ് അതായത് ഒരു സ്ഥാപനത്തിലെ ജീവനക്കാര് പലതരത്തിലുള്ള പെരുമാറ്റ ചട്ടങ്ങള് അല്ലെങ്കിൽ പെരുമാറ്റ ലംഘനങ്ങള് അല്ലെങ്കിൽ അച്ചടക്ക ലംഘനങ്ങള് അല്ലെങ്കിൽ മോശമായ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കാം അല്ലെ, അങ്ങനെ ചെയ്യാൻ പറ്റും. The different kinds or acts of misconduct that may be practiced in any company are as follows. ഏതൊരു കമ്പനിയിലും പ്രധാനമായിട്ടും നടക്കാവുന്ന വ്യത്യസ്ത തരത്തിലുള്ള ഈ പറയുന്ന പെരുമാറ്റ ലംഘനങ്ങൾ അല്ലെങ്കിൽ അച്ചടക്ക ലംഘന പ്രവർത്തനങ്ങളാണ് നമ്മൾ താഴെ പറയുന്നത് ഓരോന്നും. അപ്പൊ അത് കമ്പനിയിലെ ഏതൊരു കമ്പനിയിലെ ജീവനക്കാരും ഇതുപോലെ പലതരത്തിലുള്ള അച്ചടക്ക ലംഘനങ്ങൾ ചെയ്യാറുണ്ട്. അതിൽ കുറച്ചെണ്ണമാണ് നമ്മളിവിടെ താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ കേട്ടോ. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ആണ് സ്ലോയിങ് ഡൗൺ ദ വർക്ക് പെർഫോമൻസ് വില്ലിംഗ്ലി. എന്ന് വെച്ചാൽ എന്താണ്, സ്വമേധയാ ജോലി പ്രകടനം അവരുടെ വർക്കുമായി ബന്ധപ്പെട്ട പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട പ്രകടനം അവർ സ്വമേധയാ എന്ത് ചെയ്യുന്നു, മന്ദഗതിയിലാക്കുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ മനസ്സിലായോ? അപ്പൊ നമുക്ക് അവരുടെ ആ ഒരു നമ്മളെപ്പോഴും ആ ഒരു കമ്പനി ആഗ്രഹിക്കുന്നത് അവർ കൊടുക്കുന്ന ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഗോൾസ് എത്രയും വേഗത്തിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ഇവിടെ സ്വമേധയാ ഇവരെന്ത് ചെയ്യും, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട ആ ഒരു പെർഫോമൻസ് ലെവൽ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു പ്രകടനം മന്ദഗതിയിലാക്കുന്നു. അതാണ് ഒന്നാമത്. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ ക്ലിയർ അല്ലേ? ഓക്കെ. സെക്കൻഡ് വൺ പറയുന്നത് willingly disobeying whether individually or in a group any lawful or important order of the boss.
അതായത് ബോസ് നമ്മുടെ മേലുദ്യോഗസ്ഥര് ബോസ് എന്തെങ്കിലും ഉത്തരവുകള് നമുക്ക് തരാണ്, എന്തെങ്കിലും ഓർഡർ തരാണ്, എന്തെങ്കിലും നിയമപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു ഉത്തരവ് നമ്മളോട് എംപ്ലോയീസിന് കൊടുക്കാണ്. അപ്പൊ എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു? ഇൻഡിവിജ്വലി വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിയാവാം അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് നിന്നുകൊണ്ട് അവരത് എന്ത് ചെയ്യുന്നു? മനഃപൂർവ്വം അത് അനുസരിക്കാതിരിക്കാൻ. അതാണ് രണ്ടാമത്തത്. മനസ്സിലായോ? അവരുടെ ബോസ് നൽകുന്ന എന്തെങ്കിലും പ്രധാനപ്പെട്ടതോ അല്ലെങ്കിൽ നിയമാനുസൃതമായിട്ടുള്ളതോ ആയിട്ടുള്ള ഏതെങ്കിലും ഉത്തരവ് ഇവരെന്ത് ചെയ്യുന്നു? ചിലപ്പോ ഒരു വ്യക്തിയായിരിക്കും അനുസരിക്കാതിരിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളായിരിക്കും, അത് അവർ മനഃപൂർവ്വം തന്നെ അവരത് അനുസരിക്കാതിരിക്കലാണ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്. ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ. മൂന്നാമത് തേർഡ് വൺ, കണ്ടക്ടിങ് ഫ്രോഡ് വിത്ത് ദ ബിസിനസ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ എംപ്ലോയർ. ആ എംപ്ലോയറിന്റെ അല്ലെങ്കിൽ ആ തൊഴിലുടമയുടെ ബിസിനസ്സിലും അവരുടെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സ്വത്തിലും തട്ടിപ്പ് നടത്തുക. കണ്ടക്ടിങ് ഫ്രോഡ് വിത്ത് ദ ബിസിനസ്സസ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ എംപ്ലോയർ. എംപ്ലോയറിന്റെ ബിസിനസ്സിലും അവരുടെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സ്വത്തുകളിലും തട്ടിപ്പുകൾ നടത്തുക. ക്ലിയർ ആണോ? തേർഡ് വൺ. Okay, next one ആണ് arriving late frequently in the office. എന്താ? ഓഫീസിൽ പതിവായിട്ട് വൈകി എത്തുക. ഓഫീസിൽ പതിവായിട്ട് വൈകി എത്തുന്നതാണ് arriving late frequently in the office. arriving frequently. അപ്പൊ നമുക്കറിയാം ഒരു അച്ചടക്കം, ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ പങ്ക്ച്വാലിറ്റി ഒക്കെ അതിനുള്ളിൽ വരുന്നതാണ് അല്ലെ? കൃത്യമായിട്ടുള്ള ഷിഫ്റ്റ് ടൈമുകളിൽ നമ്മൾ കൃത്യമായിട്ട് ഇവിടെ പഞ്ച് ചെയ്ത് നമ്മുടെ ജോലിയിൽ പ്രവേശിക്കണം എന്നുള്ളതാണ്. ഇതൊക്കെ ആ ഒരു ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ അവരത് ലംഘിക്കുന്നത് പറഞ്ഞാൽ എന്താ? arriving late frequently in the office. ഓഫീസിൽ പതിവായിട്ട് അവർ എന്ത് ചെയ്യുന്നു? വൈകി എത്തുന്നത്. ക്ലിയർ അല്ലേ? ഫോർത്ത് പോയിന്റ്. Then fifth one, frequent absence from the duty without giving leave application or information, or being absent since a long time without any genuine reason. അപ്പൊ ഇവിടുത്തെ അഞ്ചാമത്തേൽ പറയുന്നത് ഫ്രീക്വന്റ് ആബ്സെൻസ്. പതിവായിട്ട് അവർ എന്ത് ചെയ്യുന്നു? ആ ഒരു സ്ഥാപനത്തിൽ അവധി എടുക്കാണ്. പതിവായിട്ട് അവധി എടുക്കും. നമുക്ക് എംപ്ലോയീസിന് എല്ലാവർക്കും ഒരു മാസത്തിൽ ഇത്ര അവധി എന്ന് പറയുന്നത് അവര് ഓൾറെഡി നമ്മുടെ കമ്പനികള് ചിലപ്പോൾ പെയ്ഡോടുകൂടി പേയ്മെന്റോടുകൂടി അവധികൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അല്ല എങ്കിൽ നമുക്ക് ഇത്ര അവധികൾ എടുത്താല് എന്താണ് ഇത്ര അവധികൾ ഒരു മാസം അവർ പ്രൊവൈഡ് ചെയ്യാൻ അതിൽ കൂടുതൽ അവധികൾ എടുക്കുകയാണ്. ഫ്രീക്വന്റ് ആയിട്ട് അവർ പതിവായിട്ട് തന്നെ ആ ഒരു സ്ഥാപനത്തിൽ നിന്നും എന്താണ് വിത്തൗട്ട് ഗിവിംഗ് ലീവ് ആപ്ലിക്കേഷൻ. നമ്മൾ സാധാരണ ഏതൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ ലീവ് എടുക്കുമ്പോൾ അതിന്റെ കാരണം ബോധിപ്പിച്ച് നമ്മുടെ മാനേജ്മെന്റിന് അല്ലെങ്കിൽ നമ്മുടെ ബോസ് ആരാണോ, സൂപ്പർവൈസേഴ്സ്, സീനിയേഴ്സ് ആരാണോ അവർക്ക് നമ്മൾ ഒരു ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കണം അല്ലെ? അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻഫർമേഷൻ എങ്കിലും അവർക്ക് നൽകണം. ശരിയല്ലേ? ഒരു അവധി എടുക്കുമ്പോ ഇവിടെ അവർ എന്ത് ചെയ്യുന്നില്ല, അവരൊരു ലീവ് ആപ്ലിക്കേഷനോ ഇൻഫർമേഷനോ അറിയിക്കാതെ പതിവായിട്ട് അവധി എടുക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഓർ ബീങ് ആബ്സെന്റ് സിൻസ് എ ലോങ് ടൈം വിത്തൗട്ട് എനി ജെന്യുയിൻ റീസൺ. ഒരു ന്യായമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള ഒരു കാരണമില്ലാതെ ചിലപ്പോ ഒരുപാട് നാൾ അല്ലെങ്കിൽ ലോങ് ടൈം അവര് എന്ത് ചെയ്യുന്നു? അവധി എടുക്കുകയും ചെയ്യാം. രണ്ടും ഉണ്ട് കേട്ടോ. ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ജെന്യുയിൻ ആയിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള ന്യായമായിട്ടുള്ള ഒരു റീസൺ ഇല്ലാതെ ചിലപ്പോ ലോങ് ടൈം ആയിട്ട് അവർക്ക് ലീവ് അല്ലെങ്കിൽ അവധികൾ എടുക്കാം. അതല്ലെങ്കിൽ പതിവായിട്ട് അവർ അവധികൾ എടുക്കുന്നുണ്ട്. അതിനുള്ള ലീവ് ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ഇൻഫർമേഷൻസോ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുന്നുമില്ല. ക്ലിയർ ആണോ? ഫിഫ്ത്ത് പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ. Then sixth one, indulging in corrupt practices like receiving or offering bribes. എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും? കൈക്കൂലികൾ വാങ്ങുക അല്ലെ? അഴിമതികൾ ചെയ്യാം അല്ലെ? അപ്പൊ അങ്ങനെ കൈക്കൂലികൾ വാങ്ങുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വാഗ്ദാനം ചെയ്യുകയോ അല്ലെ? അങ്ങനെ പോലെയുള്ള അഴിമതി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അപ്പൊ കൈക്കൂലി വാങ്ങുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഓഫർ ചെയ്ത് വാഗ്ദാനം ചെയ്യുകയോ ചെയ്യുന്ന രീതിയിലുള്ള അഴിമതി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ. Seventh one,
intentionally damaging the company's goods and property. മനഃപൂർവ്വം അല്ലെ അവിടുത്തെ സാധനങ്ങൾക്ക് അവിടുത്തെ സാധനങ്ങള് സ്വത്ത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനഃപൂർവ്വം എന്ത് ചെയ്യുന്നു, കേടുപാടുകൾ വരുത്തുന്നു. എന്താണ് intentionally damaging the company's goods and property. കമ്പനിയിലെ സാധനങ്ങള്, അവിടുത്തെ ഗുഡ്സ്, അതുപോലെ അവിടുത്തെ പ്രോപ്പർട്ടീസ്, സ്വത്ത്, സാധനങ്ങൾ, അങ്ങനെയുള്ള എല്ലാത്തിനും എന്ത് ചെയ്യുന്നു, മനഃപൂർവ്വം എന്ത് ചെയ്യുന്നു ഡാമേജ് അല്ലെങ്കിൽ എന്താ കേടുപാടുകൾ വരുത്തുന്നു. ക്ലിയർ ആണോ ഇത്? ഓക്കെ. ഇനി undergoing any work strike and forcing others to strike on the breach of any law. അതായത് ഏതൊരു നിയമത്തിന്റെയും ലംഘനവുമായി ബന്ധപ്പെട്ട അവര് നൽകുന്ന ഏതൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെയൊക്കെ ലംഘനം എന്ന നിലയിൽ അവരെന്ത് ചെയ്യുന്നു, എനി വർക്ക് സ്ട്രൈക്ക്, നമ്മുടെ അവിടുത്തെ ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്ട്രൈക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താണ് പണിമുടക്കുകളിൽ അവർ ഏർപ്പെടും. അവർ ഒരാളെ ഏർപ്പെട്ടാൽ മാത്രമല്ല, അവര് മറ്റുള്ളവരെയും കൂടി എന്ത് ചെയ്യുന്നു, ഫോഴ്സ് ചെയ്ത് ആ പണിമുടക്കിൽ ഉൾപ്പെടാനായിട്ട് എന്ത് ചെയ്യുന്നു, നിർബന്ധിക്കുകയും ചെയ്യുന്നു. അപ്പൊ അവർ ഓൾറെഡി എന്തെങ്കിലും ജോലിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള പണിമുടക്കുകൾ കാര്യങ്ങൾ സ്ട്രൈക്കിലൊക്കെ ഉൾപ്പെടും. അത് മാത്രമല്ല, അവർ അവരുടെ കൂടെയുള്ള എംപ്ലോയീസിനെയും കൂടി എന്ത് ചെയ്യുന്നു, നിർബന്ധിച്ച് ഈ പണിമുടക്കുകളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ, നയൻത് വൺ ആണ് കേട്ടോ. കണ്ടിന്യൂസ്ലി റിപ്പീറ്റിംഗ് എനി ആക്ഷൻ ഓർ കെയർലെസ്നെസ് ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് എ ഫൈൻ ക്യാൻ ബി ഇമ്പോസ്ഡ്. എന്ന് വെച്ചാൽ എന്താ, കണ്ടിന്യൂസ് ആയിട്ട്, അതായത് പിഴ ചുമത്താവുന്ന ഏതെങ്കിലും പ്രവർത്തികളോ അശ്രദ്ധയോ തുടർച്ചയായിട്ട് ആവർത്തിക്കാം. അപ്പൊ നമുക്ക് എന്തെങ്കിലും പിഴ ചുമത്താൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പിഴ ചുമത്താവുന്ന എന്തെങ്കിലും പ്രവർത്തികളാവാം, അല്ലെങ്കിൽ അശ്രദ്ധയാവാം. അത് ഓൾറെഡി നമുക്കൊരു പ്രാവശ്യം ഫൈൻ കിട്ടിയിട്ടുണ്ട്, അവർക്കൊരു പ്രാവശ്യം അതിനുള്ള പിഴ അല്ലെങ്കിൽ ആ ഒരു ശിക്ഷ കിട്ടിയിട്ടുണ്ട്. എന്നാൽ പോലും അവർ കണ്ടിന്യൂസ്ലി അത് എന്ത് ചെയ്യാണ്, ആവർത്തിക്കുകയാണ്. കണ്ടിന്യൂസ്ലി റിപ്പീറ്റിംഗ് എനി ആക്ഷൻ ഓർ കെയർലെസ്, എന്തെങ്കിലും പ്രവർത്തനങ്ങളാവാം അല്ലെങ്കിൽ അശ്രദ്ധയാവാം, ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് എ ഫൈൻ ക്യാൻ ബി ഇമ്പോസ്ഡ്. അവർക്കൊരു പിഴ ചുമത്താവുന്ന രീതിയിലുള്ള എന്തെങ്കിലും, ഓൾറെഡി അവർക്കൊരു പിഴ കിട്ടിയിട്ടുണ്ടാവാം ഇതുമായി ബന്ധപ്പെട്ട്, അത് ചുമത്താവുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രവൃത്തിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അശ്രദ്ധയോ പിന്നെയും തുടർച്ചയായിട്ട് അവരത് എന്ത് ചെയ്യുന്നു, ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു പ്രാവശ്യം കിട്ടിയാൽ അവിടെ വെച്ച് നിർത്തുന്നില്ല, ഫൈനോ ഇൻവെസ്റ്റ്മെന്റ് ഫൈനും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയാലും അത് അവർ കണ്ടിന്യൂസ്ലി അതേ പ്രവൃത്തി അല്ലെങ്കിൽ അതേ അശ്രദ്ധ എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ആവർത്തിക്കുന്നു. നയൻത് പോയിന്റ് ഒക്കെ ആണോ? ഓക്കെ. Then 10th one ആണ് refusal to work on a job or machinery. ഇപ്പൊ എന്തെങ്കിലും ജോലി ഏൽപ്പിക്കുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീനറീസ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്, അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഇപ്പൊ ഒരു ജോലിയാവാം അല്ലെങ്കിൽ ഇപ്പൊ ഒരു മെഷീനറീസ് എന്തെങ്കിലും യന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാവാം. ഓക്കെ, അത് ജോലി അവർക്ക് കൊടുക്കും, അത് അവർ വിസമ്മതിക്കുക, അതായത് അവർ ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യമില്ലായ്മ കാണിക്കുക, അല്ലെങ്കിൽ റെഫ്യൂസൽ, അത് അവര് വിസമ്മതിക്കുകയാണ്, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് റെഫ്യൂസ് ചെയ്യുക. അപ്പോ refusal to work on a job or machinery, ഇപ്പൊ ഒരു ജോലി ആയിരിക്കും കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീൻസിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർക്ക് ഏൽപ്പിക്കുക. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, അവർക്ക് താല്പര്യമില്ലായ്മ ആണ് അല്ലെങ്കിൽ അവരത് വിസമ്മതിക്കുന്നു, അവർ ജോലി ചെയ്യാനായിട്ടുള്ള ഒരു വിസമ്മതം, അതാണ് refusal to work on a job or machinery. ക്ലിയർ ആണോ ഇത്? Okay. Next one, habitual breaking of any rule of legislation which is applicable in the establishment or rule made under it. അതായത് ഒരു സ്ഥാപനം, ആ ഒരു സ്ഥാപനത്തിന് അതിന്റെ കീഴിലോ അതിന്റെ കീഴിലുള്ള ചുമത്തിയിട്ടുള്ള ചട്ടങ്ങള്, അതായത് ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വരുന്ന അതുമായിട്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഇതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റൂൾ മെയ്ഡ് അണ്ടർ ഇറ്റ്, അതിന്റെ കീഴിൽ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള നിയമങ്ങള്, അത് കൃത്യമായിട്ട് റൂൾ ഓഫ് ലെജിസ്ലേഷൻ വിച്ച് ഇസ് ആപ്ലിക്കബിൾ, അതുമായി ബന്ധപ്പെട്ട നിയമ ലംഘനങ്ങൾ, അതായത് പതിവായിട്ട് അവർ ആ ഒരു നിയമനിർമ്മാണം ലംഘിക്കുന്നു, ഹാബിച്വൽ ബ്രേക്കിംഗ് ഉണ്ട്, പതിവായിട്ട് അവര് ലംഘിക്കുകയാണ്. അപ്പൊ അത് ആ ഒരു സ്ഥാപനത്തിന്റെ ലെജിസ്ലേഷൻ അല്ലെങ്കിൽ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ്, റൂൾസ് ആണ്. അപ്പൊ ആ ഒരു സ്ഥാപനം നന്നായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സ്ഥാപനത്തെ ബാധിക്കുന്ന രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള എന്തെങ്കിലും റൂൾസ് മെയ്ഡ് അണ്ടർ ഇറ്റ്, ഈ ഒരു നിയമനിർമ്മാണത്തിന് കീഴിൽ നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ള നിയമങ്ങളെ നിയന്ത്രണങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്നു, പതിവായിട്ട് അത് ലംഘിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് 11th വൺ, ഹാബിച്വൽ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ പതിവായ ലംഘനം.
ക്ലിയർ ആണോ ഇത്? Okay, last one ആണ് willfully destroying or altering any company's records. കമ്പനിയുടെ ഏതെങ്കിലും റെക്കോർഡുകൾ സ്വമേധയാ അല്ലെങ്കിൽ മനഃപൂർവ്വം തന്നെ എന്ത് ചെയ്യുന്നു? ഡിസ്ട്രോയ് ചെയ്യുന്നു, അതിൽ നശിപ്പിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? അതിൽ മാറ്റങ്ങൾ വരുത്തുന്നു. അപ്പോ willfully ആണ്, നമ്മൾ മനഃപൂർവ്വം തന്നെ അവിടുത്തെ എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു? കമ്പനിയുടെ ഏതെങ്കിലും റെക്കോർഡുകൾ ഡിസ്ട്രോയ് ചെയ്യുന്നു, നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്തുകയോ ചെയ്യുന്നു. വേഗം ആ ഒരു 12 എണ്ണം നമ്മൾ പറഞ്ഞു, അതൊന്ന് വേഗം വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ പറയട്ടെ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് കോസസ് ഓഫ് ഇൻഡിസിപ്ലിൻ ഓർ മിസ്കണ്ടക്ട്. എന്താണ് ഈ ഒരു ഇൻഡിസിപ്ലിൻ അല്ലെങ്കിൽ അച്ചടക്കമില്ലായ്മ, അല്ലെങ്കിൽ ഈ പറഞ്ഞ മിസ്കണ്ടക്ട് അല്ലെങ്കിൽ മോശമായി പെരുമാറ്റം അല്ലെങ്കിൽ അച്ചടക്കമില്ലായ്മയുടെയൊക്കെ പ്രധാന കോസസ് അല്ലെങ്കിൽ കാരണങ്ങളാണ് നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് സ്റ്റിഫ് ആൻഡ് കൺവെൻഷണൽ പ്രാക്ടീസസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷന്റെ കർശനമായിട്ടുള്ള, അതുപോലെ തന്നെ കൺവെൻഷണൽ പരമ്പരാഗതമായിട്ടുള്ള രീതികൾ. അപ്പൊ ആ ഒരു ഓർഗനൈസേഷൻ അവർ വളരെ കർശനമായിട്ടുള്ള രീതികളാണ് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ പരമ്പരാഗതവുമായിട്ടുള്ള രീതികളാണ് ഫോളോ ചെയ്യുന്നതിന് അതിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോ ഈ പറഞ്ഞ പോലെ അച്ചടക്ക ലംഘനങ്ങൾ വന്നേക്കാം. When a company continuously follows its traditional and outdated practices, then the employees indulge in indiscipline. ഒരു കമ്പനി കണ്ടിന്യൂസ്ലി അവർ എന്താണ് ഫോളോ ചെയ്യുന്നത്? അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാലഹരണപ്പെട്ട പ്രാക്ടീസസ് അല്ലെങ്കിൽ രീതികളാണ് തുടർച്ചയായിട്ട് അവർ ഫോളോ ചെയ്ത് വരുന്നതെങ്കിൽ, പിന്തുടരുന്നതെങ്കിൽ then the employees indulge in discipline. അവർ എന്ത് ചെയ്യുന്നു? എംപ്ലോയീസ് എന്ത് ചെയ്യാം? ഇൻഡിസിപ്ലിൻ അല്ലെങ്കിൽ അച്ചടക്കമില്ലായ്മയിലേക്ക് മനഃപൂർവ്വം അവർ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, a stable and inflexible job schedule or work timetable may lead to violation of the timetable or schedule. ഒരു വളരെ സ്ഥിരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്ഥിരതയുള്ള ഇൻഫ്ലെക്സിബിൾ ആയിട്ടുള്ള യാതൊരുവിധ ഒരു വഴക്കവും ഇല്ലാത്ത ഒരു ജോബ് ഷെഡ്യൂൾ ആണ് അല്ലെങ്കിൽ ഒരു വർക്ക് ടൈം ടേബിൾ ആണ് അവിടെ എംപ്ലോയീസിന് കൊടുക്കുന്നതെങ്കിൽ അത് എന്തിലേക്ക് നയിച്ചേക്കാം? ആ ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ആ ഒരു ഷെഡ്യൂള് വയലേറ്റ് ചെയ്യാൻ, ലംഘിക്കുന്നതിലേക്ക് ചിലപ്പോൾ അത് നയിച്ചേക്കാം. അപ്പൊ ഒരു പഴയ നമുക്ക് ഏതൊരു സ്ഥാപനത്തിനും പുതിയ പുതിയ മാറ്റങ്ങൾ അവർ ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്കിംഗ് ടൈമുകൾ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഷെഡ്യൂളുകളൊക്കെ ജോലിക്കാർക്ക് കൊടുക്കേണ്ടതായിട്ട് അത്യാവശ്യമാണ്. പക്ഷെ ഇവിടെ ആ ഒരു ഓർഗനൈസേഷൻ അവരതൊന്നും പാലിക്കില്ല. പണ്ട് മുതൽ പരമ്പരാഗതമായിട്ട് അവർ എന്ത് രീതിയാണോ ഫോളോ ചെയ്യുന്നത് അതേ കാലഹരണപ്പെട്ട പ്രാക്ടീസസും പരമ്പരാഗതമായ രീതികളും തന്നെ അവർ ഫോളോ ചെയ്യുന്നു. അതിലൂടെ ഇൻഡിസിപ്ലിൻ അല്ലെങ്കിൽ ആ ഒരു അച്ചടക്ക ലംഘനത്തിലേക്ക് ചിലപ്പോൾ നയിച്ചേക്കാം. കാരണം അത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത്, ഇൻഫ്ലെക്സിബിൾ ആണ്, വഴക്കമില്ലാത്ത രീതിയിലുള്ള ഷെഡ്യൂളുകളോ ജോബ് ഷെഡ്യൂളുകളോ വർക്ക് ടൈം ടേബിളുകളോ ഉണ്ടോ അത് ചിലപ്പോ അത് ലംഘിക്കാനായിട്ട് ആ എംപ്ലോയീസിനെ ചിലപ്പോൾ ലംഘനത്തിലേക്ക് നയിക്കാവുന്നതാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. സ്റ്റിഫ് ആൻഡ് കൺവെൻഷണൽ പ്രാക്ടീസസ് ഓഫ് ദ ഓർഗനൈസേഷൻ.
ഓക്കെ, സെക്കൻഡ് വണ്ണിലേക്ക് പോവാണേ. അൺഫെയർ ട്രീറ്റ്മെന്റ് രണ്ടാമത്തെ ഒരു കാരണമാണ് അന്യായമായ പെരുമാറ്റം. അതായത് the employees exploitation is generally caused by the biased treatment of the management towards the employees. എംപ്ലോയീസിനോട് മാനേജ്മെന്റ് അവരുടെ എംപ്ലോയീസിന്റെ അടുത്തേക്ക് ഒരു പക്ഷപാതപരമായിട്ടുള്ള, അതായത് ഒരു നിഷ്പക്ഷമായിട്ടുള്ള ഓരോരുത്തരുടെയും ഭാഗത്ത്, അപ്പൊ അവർക്ക് കുറച്ച് ഫേവറബിൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അവരോട് നല്ല രീതിയിൽ പെരുമാറുന്നു. മറ്റുള്ളവരെ അല്ലെ, നമുക്ക് ഏതൊരു സ്ഥാപനത്തിലും ചില ആളുകളോട് അങ്ങനെ ഉണ്ടാക്കുന്നത് കാണാറുണ്ട് അല്ലെ. എല്ലാവരോടും ഒരുപോലെ നിഷ്പക്ഷമായിട്ടല്ല അവർ പെരുമാറുന്നത്. അന്യായമായിട്ടുള്ള ഒരു പെരുമാറ്റം, അതായത് കുറെ ആളുകളോട് നല്ല രീതിയിൽ പെരുമാറും, കുറെ ആളുകളോട് അവരുടെ കാര്യങ്ങളൊന്നും പരിഗണിക്കുന്നുമില്ല, അല്ലാത്ത രീതിയിലുള്ള ഫേവറിസംസ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പൊ ഇവിടെ ഈ പറയുന്ന മാനേജ്മെന്റ് അവിടുത്തെ എംപ്ലോയീസിനോട് എല്ലാവരോടും ഒരുപോലെയല്ല, കുറച്ച് എംപ്ലോയീസിനോട് എന്ത് ചെയ്യുന്നു, പക്ഷാപാതപരമായിട്ടുള്ള പെരുമാറ്റങ്ങൾ കാഴ്ചവെക്കുകയാണെങ്കിൽ അത് എംപ്ലോയീസിനെ ചൂഷണം ചെയ്യുന്നതിന് അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷന് കാരണമായേക്കാം. സോ ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോമ്പൻസേഷൻ ഡിറ്റർമിനേഷൻ. അവർ ചെയ്യുന്ന ജോലിക്ക് അവർക്കുള്ള ആ ഒരു പ്രതിഫലം അല്ലെങ്കിൽ ആ ഒരു നഷ്ട പരിഹാരം അല്ലെ, ഡിറ്റർമിനേഷൻ, അല്ലെങ്കിൽ ആ ഒരു കോമ്പൻസേഷൻ എത്ര രൂപ നമുക്ക് അവർക്ക് ആ ഒരു ഡിറ്റർമിനേഷൻ നിർണ്ണയിക്കണം, അവർ എത്ര രൂപ അവർക്ക് പ്രതിഫലം കൊടുക്കണം. അത് അവരുടെ, ഇത് നമുക്കറിയാം, ഒരു ഓർഗനൈസേഷനിൽ അവരുമായിട്ട് മാനേജ്മെന്റുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ചു പോകുന്ന, മാനേജ്മെന്റിന്റെ ഫേവർ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള കോമ്പൻസേഷൻസും പേയ്മെന്റുകളും ഒക്കെ കൊടുക്കും അല്ലെ, ശരിയല്ലേ? അതേസമയം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന അതുപോലെയുള്ള മറ്റുള്ള ആളുകൾക്ക് ചിലപ്പോൾ അത് കിട്ടുന്നുണ്ടാവില്ല. ശരിയാണല്ലോ. അതുപോലെ തന്നെ പ്രൊമോഷൻസ്, എപ്പോഴും പ്രൊമോഷൻസും അങ്ങനെയല്ലേ, അവരുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അവർക്ക് ഏറ്റവും ഫേവറബിൾ ആയി തോന്നുന്ന ആളുകൾക്കാണ് പ്രൊമോഷൻസ് ഒക്കെ കിട്ടുക അല്ലെ. അതുപോലെ ജോബ് അസൈൻമെന്റ്സ്, പുതിയ പുതിയ ജോലികൾ എന്ത് ചെയ്യുന്നു, അതിലേക്കുള്ള നിയമനം നടത്തുന്നത്, എക്സെട്ര ലീഡ്സ് ടു അൺഡിസിപ്ലിൻഡ് എംപ്ലോയീസ്. അപ്പൊ നല്ല രീതിയിൽ ഇങ്ങനെ ഒരു പക്ഷപാതം അല്ലെങ്കിൽ രണ്ട് കൂട്ടർക്കും ഈക്വൽ ആയിട്ട് ഒരു നിഷ്പക്ഷമായിട്ടുള്ള രീതിയല്ല അവർ തുടരുന്നതെങ്കിൽ അത് അവിടുത്തെ എംപ്ലോയീസ് അവർ അച്ചടക്ക ലംഘനത്തിലേക്ക് അല്ലെങ്കിൽ മോശമായ പെരുമാറ്റത്തിലേക്കോ നയിച്ചേക്കാം. ക്ലിയർ ആണോ? അൺഫെയർ ട്രീറ്റ്മെന്റ് വേഗം ഒന്ന് വായിക്കാം കേട്ടോ. ഓക്കെ, നമ്മളിവിടെ രണ്ടെണ്ണം എടുക്കുന്നുള്ളൂ, ടൈം കംപ്ലീറ്റ് ആയല്ലോ. അപ്പൊ അതിനുശേഷം ഇന്ന് എടുത്ത ഭാഗങ്ങള് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം കേട്ടോ. ആദ്യത്തെ ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.